ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. വികസനവും അതുപോലെ തന്നെ തുടർ ഭരണവും താങ്ങാകും എന്ന കണക്കുകൂട്ടലിൽ LDFും രംഗത്തുണ്ട്. അവർന്ന് ജനവിധിയെ നേരിടുകയാണ്. PV അൻവറിന്റെ രാഷ്ട്രീയ ഭാവി എന്താകും അതും ഇന്നറിയാൻ സാധിക്കും. ഞങ്ങളുടെ പ്രതിനിധികൾ പ്രശാന്തും TK അരവിന്ദനും ചേരുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ആ സസ്പെൻസ് ഇന്ന് തീരാൻ പോവുകയാണ്. മുന്നണികളുടെ ചങ്കിടിപ്പ് നമുക്ക് കേൾക്കാം, സ്ഥാനാർത്ഥികളുടെ ചങ്കിടിപ്പ്. മൊത്തം ജനങ്ങളും ആകാംക്ഷയിൽ തന്നെയാണ്, ഒപ്പം നമ്മളും ഒക്കെ ആകാംക്ഷയിലാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന പ്രശാന്തിന്റെ മുഖത്തും ഒരു ആവേശം കാണുന്നുണ്ട്. എന്തായിരിക്കും ഈ ഒരു സസ്പെൻസിലേക്ക് പോകുന്നതിന് മുമ്പ്, പ്രതീക്ഷകളിലേക്കൊക്കെ പോകുന്നതിന് മുൻപ് അവിടുത്തെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി? അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഇപ്പോൾ ഈ കൗണ്ടിങ്ങിന്റെ ഏജന്റുമാരെ അകത്തേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളും അകത്തേക്ക് പ്രവേശിക്കുന്ന സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ഇപ്പോൾ ഈ കൗണ്ടിങ് നടക്കുന്ന മാർത്തോമ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിരുന്നു. വലിയ ആത്മവിശ്വാസത്തിലാണ്. 7 പഞ്ചായത്തുകളിലും UDF തുടർച്ച അല്ലെങ്കിൽ UDF ഭൂരിപക്ഷം നേടും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതായത് ഒരു തരത്തിലുള്ള ആശങ്കയുമില്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലും ഒപ്പം തന്നെ മുഖത്തുമെല്ലാം തന്നെ വലിയ ആത്മവിശ്വാസം പ്രകടമാണ്. മറ്റു നേതാക്കളും വളരെ വൈകാതെ തന്നെ എത്തുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഏതായാലും ഈ കൗണ്ടിംഗ് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആദ്യ റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ തന്നെ ഇതിന്റെ ഒരു ചിത്രം വ്യക്തമാകും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് നമുക്കറിയാം, വഴിക്കടവ് പഞ്ചായത്തിലാണ് ആദ്യം എണ്ണുന്നത്. 1 മുതൽ 46 വരെയുള്ള ബൂത്തുകൾ, വഴിക്കടവിലെ ബൂത്തുകളാണ് ആദ്യ പോളിംഗ് സ്റ്റേഷനിലെ ബൂത്തുകളാണ് ആദ്യം എണ്ണുന്നത്. 263 പോളിംഗ് ബൂത്തുകളുണ്ടായിരുന്നു. അതിൽ ആദ്യത്തെ റൗണ്ടിൽ എണ്ണുന്നത് വഴിക്കടവ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം UDFന് വലിയ സ്വാധീനമുള്ള സ്ഥലമാണ് വഴിക്കടവ്. വഴിക്കടവിൽ നേരത്തെ നില നേട്ടങ്ങളൊക്കെ LDF ഉണ്ടാക്കി ചെയ്തതാണ്. പക്ഷേ ആ അൻവർ എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഇത്തവണ LDFനൊപ്പമില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ എണ്ണി തുടങ്ങാം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അല്പസമയം മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അടക്കം ഇത്തരമൊരു നിലപാട് മുന്നോട്ട് വെക്കുകയും ചെയ്തു. കൃത്യമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പായി തന്നെ ഇതിനെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. തപാൽ വോട്ടുകൾ ആദ്യം എണ്ണി തുടങ്ങും എന്നാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രക്തൻ ഖേൽക്കർ വ്യക്തമാക്കിയിരിക്കുന്നത്. 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ട് എണ്ണി തുടങ്ങും. ഇത്തരത്തിൽ തന്നെയാണ്. അതായത് തപാൽ വോട്ട് എണ്ണുന്നതിനായി 4 ടേബിളുകൾ അതിന് മാത്രമായി ക്രമീകരിച്ചിട്ടുണ്ട്. 14 ടേബിളുകളാണ് മറ്റ് വോട്ടുകൾ, അതായത് ഇലക്ട്രോണിക് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണുന്നതിനായി ക്രമീകരിച്ചിരിക്കുന്നത്. മൊത്തം 19 ടേബിളുകളാണ്. 1 VVPAT വേണ്ടിയാണ് ക്രമീകരിച്ചത്. ഇങ്ങനെ കൃത്യമായ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായത് ഇന്നലെ ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇനി മണിക്കൂറുകൾക്കുള്ളിൽ നമുക്കിതിന്റെ എന്താണ് നിലമ്പൂരിലെ ജനത ഉള്ളിൽ വെച്ചതെന്ന് വളരെ കൃത്യമായി അറിയാൻ ശ്രമിക്കാം.